ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലെ കഥകളിൽ നാം കണ്ടുമുട്ടുന്ന രണ്ട് രംഗങ്ങളിൽ വളരെ നിസ്സാരമെന്ന് നാം കരുതുന്ന തുവാല സുപ്രധാനമായൊരു പങ്കുവഹിക്കുന്നുണ്ട്. അതിലൊന്ന് ഈശോയുടെ വിചാരണ വേളയിൽ പീലാത്തോസ് ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈകഴുകി തുടയ്ക്കുന്ന ഒരു തുവാലയും, മറ്റൊന്ന് അവിടുത്തെ കുരിശിൻ്റെ വഴിയെ രക്തമണിഞ്ഞ തിരുമുഖം തുടച്ച ഭക്തയായ വെറോനിക്ക എന്ന സ്ത്രീയുടെ കയ്യിലെ തുവാലയും. ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ഈശോയുടെ പീഡാനുഭവ സ്മരണകളിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ നാം ആയിത്തീരേണ്ടതും ആ തുവാലയായിട്ടാണ്. പീലാത്തോസിൻ്റെ കയ്യിലെ തുവാലയാകാൻ നമുക്കേവർക്കും എളുപ്പം കഴിയും. കാരണം ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന മനുഷ്യൻ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനോ അവനെ സഹായിക്കാനോ കഴിയാത്തത്ര വിധം വ്യഗ്രതയിലാണെന്ന്. മറിച്ച് നാം ആയിത്തീരേണ്ടത് വെറോനിക്കയുടെ കയ്യിലെ ആ കൊച്ചു തുവാലയായിട്ടാണ്. അപരൻ്റെ വേദനകളിൽ ആശ്വാസമാകുന്ന, അവൻ്റെ കണ്ണീരൊപ്പുന്ന ആ കൊച്ചു തുവാല. അതിനായി നാം ചെയ്യേണ്ടത് അഹം എന്ന ചിന്തയെ വിടിഞ്ഞ് അവനവൻ കടമ്പയെ താണ്ടുക എന്നുള്ളതാണ്. ഉപാധികളില്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ, ഒരു ചെറുപുഞ്ചിരി കൊണ്ട് അവൻ്റെ ഹൃദയത്തിൽ ഒരിടം നേടാൻ നമുക്ക് കഴിയണം. ആതുര ശുശ്രൂഷ മേഖലയിൽ പ്രവർത്തിക്കുന്ന നമുക്കേവർക്കും ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ വെറോനിക്കയുടെ കയ്യിലെ കൊച്ചു തുവാലയാകാൻ സാധിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു.